നമ്മൾ കത്തോലിക്കരായ എല്ലാവരും പതിവായി കുമ്പസാരിക്കാറുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുന്ന ആ വലിയ കൂദാശയെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന വലിയ തെറ്റുകൾ വരുത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ കുമ്പസാരങ്ങൾ ദൈവത്തിന് സ്വീകാര്യമാകാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ കുമ്പസാരിക്കുന്നതിന് മുൻപ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവരും കുമ്പസാരത്തിന് പോകുന്നതിന് മുൻപ് ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഒരു തിരക്ക് പോലെ പാപങ്ങൾ എണ്ണിക്കഴിയുക എന്നതിനപ്പുറം മനസ്സ് ഒരുക്കുക എന്നത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. മിക്കവരും പള്ളിയിൽ ചെന്നിട്ട് മാത്രമാണ് പാപങ്ങൾ ഓർക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു വലിയ പിഴവാണ്. കുമ്പസാരത്തിന് മുൻപ് പ്രാർത്ഥനാപൂർവം നമ്മൾ ആത്മപരിശോധന ചെയ്യണം. കുമ്പസാര കൂട്ടിൽ വെച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്തിന് അത് ചെയ്തു എന്ന് ന്യായീകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് ദൈവത്തിന് മുന്നിലുള്ള കുറ്റസമ്മതമല്ല, മറിച്ച് നമ്മളെ തന്നെ സുഖിപ്പിക്കലാണ്. നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുക മാത്രം ചെയ്യുക. ഒരേ പാപം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത് നമ്മൾ ഗൗരവമായി കാണുന്നില്ല. അതിനുള്ള അർപ്പണബോധവും ജാഗ്രതയും നമുക്കില്ലാതെ പോകുന്നു. പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥ ദുഃഖമുണ്ടാവുക എന്നത് കുമ്പസാരത്തിന് വളരെ പ്രധാനമാണ്. വെറും വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ വേദന ആ പാപങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്നത് വെറും ഒരു ചടങ്ങല്ല, അത് ദൈവവുമായുള്ള നമ്മുടെ വലിയ കൂടിക്കാഴ്ചയാണ്. ഇനിയെങ്കിലും കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഈ തെറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരുക്കത്തോടെ, അനുതാപത്തോടെ കുമ്പസാരിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. കൂടുതൽ ആത്മീയമായ ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.